ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രസവത്തിന് ശേഷം നിരവധി അമ്മമാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് മുലപ്പാലിൻ്റെ കുറവ്. കുഞ്ഞിന് കൊടുക്കാൻ ആവശ്യത്തിന് പാലില്ലാതെ വരുമ്പോൾ അമ്മമാരിൽ മാനസികമായി വളരെയധികം വിഷമവും സമ്മർദ്ദവും ഒക്കെ ഉണ്ടാവാം. മുലപ്പാൽ വർദ്ധിക്കാനായി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഡെലിവറി കഴിഞ്ഞ് കഴിയുന്നത്ര വേഗം കുഞ്ഞിന് പാല് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഫീഡ് ചെയ്യുമ്പോൾ ഏരിയോളം മുഴുവനായി കുഞ്ഞിൻ്റെ വായിൽ വരത്തക്ക വിധം വേണം ഫീഡ് ചെയ്യാൻ. നിപ്പിളിന് ചുറ്റുമുള്ള കറുത്ത ഭാഗമാണ് ഏരിയോളം. 2 മണിക്കൂർ ഇടവിട്ട് കുഞ്ഞിന് പാല് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യുന്നതും മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കറക്റ്റ് പൊസിഷനിലല്ല കുഞ്ഞിന് ഫീഡ് ചെയ്യുന്നത്, കുഞ്ഞ് സക്ക് ചെയ്യുന്നത് ഏരിയോളയിലല്ല നിപ്പിളിലാണ് എന്നുണ്ടെങ്കിലും മുലപ്പാൽ കുറയാൻ കാരണമാകും. അതുകൊണ്ട് കറക്റ്റ് പൊസിഷനിൽ ഇരുന്ന് കുഞ്ഞിന് ഫീഡ് ചെയ്യാനും ഏരിയോളം മുഴുവനായും കുഞ്ഞിൻ്റെ വായിൽ വരത്തക്ക വിധം ഫീഡ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് മുലപ്പാൽ കൂട്ടാനായി കഴിക്കേണ്ടത് എന്ന് നോക്കാം. ചെറുപയർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ്. ചെറുപയർ കഞ്ഞിയൊക്കെ കുടിക്കുക. തേങ്ങാപ്പാൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ്. ചെറുപയർ കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ അതിൽ കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കഴിക്കാൻ ശ്രമിക്കുക. കറികളിലൊക്കെ തേങ്ങ ചേർക്കാൻ ശ്രമിക്കുക. കുഞ്ഞിന് പാല് കൊടുക്കുന്നതിന് മുൻപ് ചെറു ചൂടോടുകൂടി വെള്ളമോ കഞ്ഞിവെള്ളമോ ഒക്കെ കുടിക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. കറുത്ത എള്ള് കഴിക്കുന്നതും മുലപ്പാൽ വർദ്ധിക്കാൻ നല്ലതാണ്. വെളുത്തുള്ളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഉലുവ. ഉലുവ കഞ്ഞി ഉണ്ടാക്കി കുടിക്കുകയും കുറച്ച് ഉലുവ തലേദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് പിറ്റേ ദിവസം വെറും വയറ്റിൽ കുടിക്കുന്നതും നല്ലതാണ്. ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം ചെറു ചൂടോടെ കുടിക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് മുരിങ്ങയില. മുരിങ്ങയില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മുലപ്പാൽ വർദ്ധിക്കാൻ വളരെ നല്ലതാണ്. മുരിങ്ങയില തോരനൊക്കെ വെച്ച് കഴിക്കുക. പിന്നെ പ്രധാനപ്പെട്ടത് പെരുംജീരകമാണ്. ജീരകം ഭക്ഷണത്തിൽ ചേർക്കുന്നതും വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. ഓട്സ് കഴിക്കുന്നതും നല്ലതാണ്. ഓട്സ് കഴിക്കുമ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കഴിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അമ്മമാർ ടെൻഷൻ ഒന്നും ആവാതെ സമാധാനമായി ഇരിക്കുക എന്നതാണ്. അമ്മയ്ക്കുണ്ടാവുന്ന ടെൻഷനും വിഷമവും സമ്മർദ്ദവും ഒക്കെ മുലപ്പാൽ ഉൽപ്പാദനം കുറയ്ക്കും. അതുകൊണ്ട് എപ്പോഴും ഹാപ്പി ആയിട്ടും റിലാക്സ് ആയിട്ടും ഇരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ആദ്യത്തെ ദിവസങ്ങളിൽ പാല് വരുന്നത് കുറവായിരിക്കും. ഇതുമൂലം പാല് കുറവാണ് എന്നു കരുതി ചാടിക്കയറി ഡോക്ടറെ കണ്ട് കുഞ്ഞിന് ഫോർമുല മിൽക്കൊന്നും കൊടുത്തു തുടങ്ങാതിരിക്കുക. പാല് കൂടി വരുന്നുണ്ടോ എന്ന് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തു നോക്കുക. എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഫീഡ് ചെയ്യാൻ കഴിയും എന്ന വിശ്വാസത്തിൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യുക. 6 മാസം വരെ കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. കുഞ്ഞിന് വിശക്കും, അതുകൊണ്ട് കുറുക്കൊക്കെ കൊടുത്തു തുടങ്ങാം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന് സമ്മതിക്കാതിരിക്കുക. കുഞ്ഞിന് 6 മാസം വരെ മുലപ്പാൽ മാത്രമേ കൊടുക്കാവൂ. വെള്ളം പോലും കൊടുക്കേണ്ടതില്ല. നിങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു നോക്കുകയും ഭക്ഷണം കഴിച്ചു നോക്കുകയും ചെയ്യുക. എന്നിട്ടും പാൽ ഉണ്ടാവുന്നില്ല എങ്കിൽ ഒരു ഡോക്ടറെ കാണുകയും ഡോക്ടറുടെ നിർദ്ദേശം തേടുകയും ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.